Darmi, good morning. Good morning. ഹലോ. അപ്പോൾ ഇന്നൊരു മോർണിംഗ് റൊട്ടീനാണ്. സ്കൂളൊക്കെ റീഓപ്പൺ ചെയ്യുക, ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇന്നലെ ഞായറാഴ്ച രാത്രി മക്കളൊക്കെ തിരിച്ചെത്തി. അപ്പോൾ ഇന്നിപ്പോൾ അവർക്ക് സ്കൂളിലേക്ക് പോകണം. അപ്പോൾ രാവിലെ അതിൻ്റെ തിരക്കും അവരെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. രണ്ടാളിവിടെ പല്ല് തേച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ചെയ്താറുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഞാൻ എണീറ്റ് താഴേക്ക് ചെല്ലുമ്പം തന്നെ രണ്ടാൾ എണീറ്റിരിക്കുന്നുണ്ടായിരുന്നു. സാധാരണ ഞാൻ എണീറ്റതിന് ശേഷമാണ് ഇവർ എണീറ്റ് വരാറ്. ഇന്നിപ്പോൾ എന്താണെന്നറിയില്ല, 10 ദിവസത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോകേണ്ട എൻ്റെ ആവേശം തോന്നുന്നുണ്ട്. രണ്ടാളും കൂടി ഉറക്കപ്പിച്ചൊക്കെ മാറിയതിന് ശേഷം ബ്രഷും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി പല്ല് തേച്ച് ഞാനും കുറച്ച് സമയം അവിടെ പോയി ഇരുന്ന്. അങ്ങനെ നന്നു പല്ല് തേച്ച് കഴിഞ്ഞിട്ട് എൻ്റെ അടുക്ക വന്ന് ചിരിച്ച് കാണിച്ചു തരുന്നുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെ എണീറ്റ് നേരെ ഗേറ്റിൻ്റെ അടുക്ക പോയി പേപ്പർ എടുക്കേണ്ടിയിട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു ആകാശം കാണേണ്ടിയിട്ട്. അപ്പോൾ പേപ്പർ എപ്പോഴും ഗേറ്റിൻ്റെ അടുക്ക തൂക്കിയിടുക ചെയ്യുക. നമ്മൾ അവിടെ പോയിട്ട് എടുക്കും. ഇല്ലേ പിന്നെ ഗേറ്റ് തുറന്ന് അവരകത്തേക്ക് വന്നിട്ട് ഗേറ്റ് അടച്ചില്ലെങ്കിൽ നായ്ക്കളൊക്കെ കൂടി വന്ന് ആകെ എടുങ്ങാറാവും. പിന്നെ ഞാൻ പേപ്പർ അവിടെ കൊണ്ടുവച്ച് നമ്മൾ പീടിയെ പോവാണ് ഗൈസ്. എന്ത് വാങ്ങാനാ പോന്നെ? യെസ്, റവ വാങ്ങാൻ പോകും. പിന്നെ അവരെ പല്ല് തേപ്പിനുള്ള ശേഷം നമ്മൾ മൂന്നാളും കൂടി നേരെ വീട്ടിൻ്റെ അടുത്തുള്ള തന്നെ കാർത്തിക ബേക്കറി പോയിട്ട് അവിടുന്ന് നമ്മൾ റവ വാങ്ങി. ബ്രേക്ക്ഫാസ്റ്റിന് റവ ഉപ്മാവ് ഉണ്ടാക്കേണ്ട പ്ലാനിലാണ്. അങ്ങനെ നമ്മൾ റവയൊക്കെ വാങ്ങി രണ്ടാളെയും കൂട്ടി നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്ന് എന്നിട്ട് പിന്നെ ഞാൻ ആ കൊണ്ടുവന്ന റവയൊക്കെ കൂടി ഒന്ന് ചൂടാക്കി വെച്ച്. വറുത്ത റവയല്ലായിരുന്നു വാങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്ത് അവിടെ തണിയേണ്ടിയിട്ട് പേപ്പറിൽ വിരിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ എപ്പോഴത്തെ സൈഡിൽ ഏച്ചി അതിന് വേണ്ടുന്ന ഉള്ളിയൊക്കെ അരിയുന്നുണ്ട്. അപ്പോൾ മക്കൾ രണ്ടാളും കുളിച്ച് യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ധാർമി ഓന് വേണ്ടുന്ന ബുക്സും കാര്യങ്ങളൊക്കെ ടൈം ടേബിൾ നോക്കി ബാഗിൽ എടുത്ത് വെക്കുന്നതാണ്. പിന്നെ നന്നുവിന് പിന്നെ എല്ലാ ദിവസവും അവർ ബാഗ് കൊടുത്തയക്കൂല. വെള്ളിയാഴ്ച കൊടുത്തയച്ച് നമ്മൾ തിങ്കളാഴ്ച നേരെ തിരിച്ച് കൊടുത്തയക്കുമ്പോൾ അവർ അവിടെ വാങ്ങി വെക്കുകയാണ് ചെയ്യൽ. നന്നു അപ്പോൾ എന്നെ വന്ന് നോക്കുന്നുണ്ട്, ഓനെയും കാണിക്കണം യൂണിഫോമിലെന്ന് പറഞ്ഞ്. പിന്നെ ഉപ്മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. അമ്മേൻ്റെ ഉപ്മാവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു പ്രത്യേക ടേസ്റ്റ് അമ്മേൻ്റെ റവ ഉപ്മാവിന്. റവ ഉപ്മാവാണെങ്കിൽ എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തന്നെ ഒരു എനർജി ആയിരിക്കും. അങ്ങനെ അവർ രണ്ടാളും റെഡിയായി വന്ന് നല്ല ചൂടുണ്ട്, നല്ല ആവി പറക്കുന്ന കാണും നിങ്ങൾക്ക്. ആ ഉപ്മാവൊക്കെ കഴിച്ച് കഴിഞ്ഞ് അപ്പോഴേക്ക് ഏച്ചി പോണ്ടിയിട്ട് റെഡിയായി. ഏച്ചീൻ്റെ സ്കൂള് കൊയിലാണ്ടിയാണ് വരുന്നത്, നന്ദി ബസാറിൽ. അപ്പോൾ ഏച്ചി ഇവിടുന്ന് വണ്ടി എടുത്ത് പോയി പിന്നെ അവിടെ വഴിക്ക് വെച്ച് ബസ്സിനാണ് പോവുക. അപ്പോൾ ഏച്ചി ഇതാ വണ്ടിയൊക്കെ എടുത്ത് പോകേണ്ട പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഇവർ രണ്ടാളും കൂടി ഷൂസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ധാർമിക്ക് സ്കൂൾ ഷൂസ് വേണം, നന്നുവിന് പക്ഷേ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഏച്ചി ടാറ്റയൊക്കെ പറഞ്ഞ് ഏച്ചി പോയി. ധാർമി റെഡിയായോ? ധാർമി ഇതെന്താ ധാർമി കയ്യില്? പ്രൊജക്റ്റാ? കാണിച്ചാ നോക്കട്ടെ. ഇത് ധാർമീന്റെ പ്രൊജക്റ്റ് ആണ് ഗൈസ്. എന്താ ഇത് വീടല്ലേ? ധാർമി കാർഗോഡ് വെച്ച് വീട്. ഇതാണ് അന്നു. നന്നു റെഡിയായോ? നോക്കട്ടെ, ഇവിടെ വെക്ക്. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, ആ ധാർമീന്റെ വെല്ലിച്ചൻ ഉണ്ടാക്കി കൊടുത്തതാണ്. അങ്ങനെ നമ്മൾ മൂന്നാളും കൂടി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏട്ടനും എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവർ പിന്നെ ഏട്ടനോടായി കഥ പറച്ചിൽ മുഴുവൻ. ഇവരെ വണ്ടി വരാൻ എന്തായാലും 8:40 കഴിയും. അപ്പോൾ റെഡിയായി ഇരിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കും. അങ്ങനെ 8:40 കഴിഞ്ഞപ്പോൾ തന്നെ അവരെ വണ്ടി വന്നിട്ടുണ്ടായിന്. നമ്മൾ ആരാ ഉള്ളേ വെച്ച് കഴിഞ്ഞാൽ ഇവരെ വണ്ടിയിൽ കയറ്റി വിട്ടിട്ടേ വരാറുള്ളൂ. റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ എന്തായാലും വണ്ടികൾ പോകുന്നുണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ ഒറ്റക്ക് വിട്ടുന്നെങ്കിൽ ശരിയാവില്ല. അപ്പം ഡ്രൈവർ അങ്കിളിൻ്റെ അടുക്ക് അവരെ കിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം അവരിതാ വണ്ടിയിൽ കയറി ഇരിക്കുന്നുണ്ട്. രണ്ടാളും ഫ്രണ്ട് സീറ്റിൽ തന്നെയായിരിക്കും. ഇവരെ സ്കൂളിലേക്ക് നമ്മളെ വീട്ടിൽ നിന്ന് 10 മിനിറ്റ് അങ്ങാറ്റേ ദൂരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഓൾറെഡി എല്ലാ ഭാഗത്തു നിന്നുള്ള കുട്ടികളെയൊക്കെ പിക്ക് ചെയ്തിട്ടാണ് വരുന്നുണ്ടാവും. ഇനി കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ അവർ ടാറ്റയൊക്കെ പറഞ്ഞു പോയതിന് ശേഷം ഞാനും ഏട്ടനും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് കഴിക്കാനിരുന്നിട്ടുണ്ട്. നല്ല റവ ഉപ്മാവും പപ്പടുമാണ്. നല്ല ചൂടോടെ നമ്മൾ അത് രണ്ടും കഴിച്ചതിന് ശേഷം ഏട്ടൻ റെഡിയായി ഏട്ടനും പോകാൻ നോക്കുകയാണ്. ഏട്ടന് 9:45 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. 10:00 ആകുമ്പോഴാണ് ഓഫീസിൽ എത്തേണ്ടത്. അപ്പോൾ അങ്ങനെ ഏട്ടനും പോയി. കുറേ ദിവസത്തെ വർക്ക് ഫ്രം ഹോമിന് ശേഷം ഏട്ടനും ഇന്നിപ്പോൾ ഓഫീസിൽ പോകാൻ തുടങ്ങി. ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ഓഫീസിൽ തന്നെയായിരിക്കും. മക്കളും പോയി. ഇപ്പോൾ ഞാനും അമ്മയും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു വർക്കിംഗ് ഡേയ്സിലെ
നമ്മുടെ മോർണിംഗ് റൊട്ടീനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനിയും കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ മെയിനായിട്ട് എനിക്ക് അസൈൻമെൻ്റ് ഒക്കെ എഴുതാനുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ പോവാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.